Hi dear students, welcome back to International Trade. നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു ലോകത്ത് എല്ലാവരും ഇമിറ്റേഷൻസിൻ്റെ പുറകെ പോകുന്നവരാണ് അല്ലേ. ഇമിറ്റേഷൻസ് എന്താണ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അതേപടി മറ്റുള്ളവരുടെ ഫീച്ചേഴ്സ് അതേപടി പകർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദാറ്റ് ഈസ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഇമിറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിയറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. Okay, that is Posner's imitation gap or technological gap theory. Okay, then തിയറിയിലേക്ക് നമുക്ക് കടക്കാം. M.V. Posner in an article analyzed the effect of technology on trade. നമുക്കറിയാം ഇൻ്റർനാഷണൽ ട്രേഡിൽ കഴിഞ്ഞ തിയറീസൊക്കെ എന്താണ്, ഈ എക്സ്-റോളിംഗ് തിയറി ആയാലും അതുപോലെ തന്നെ കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ആയാലും ആബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ആയാലും ഇവിടെയൊക്കെ പറയുന്നത് എന്താ, ദർ ഈസ് നോ ടെക്നോളജിക്കൽ ചേഞ്ച് ഓൺ ദ കൺട്രീസ് എന്നുള്ളതാണ് അല്ലേ. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് M.V. പോസ്നർ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ടെക്നോളജിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ച് എങ്ങനെയാണ് ട്രേഡിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിലൂടെ ഒരു പഠനം നടത്തിയിട്ട് കൺക്ലൂഷൻസ് എല്ലാവരിലേക്കും എത്തിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസ്നർ റിഗാർഡ്സ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ആസ് എ കണ്ടിന്യൂസ് പ്രോസസ് വിച്ച് ഇൻഫ്ലുവൻസസ് ദ പാറ്റേൺ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ടെക്നോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, നിരന്തരം രാഷ്ട്രങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, രാഷ്ട്രങ്ങളായാലും ഫേംസിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വിച്ച് ഇൻഫ്ലുവൻസസ് ദ പാറ്റേൺ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ എന്താണ്, ഈ ഒരു ട്രേഡിനെ അത് ഭയങ്കരമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇൻ ദി ഫോം ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ ന്യൂ ഗുഡ് ഇൻ വൺ കൺട്രി ലീഡ്സ് ടു ദ ഇമിറ്റേഷൻ ഗ്യാപ്പ് ആൻഡ് ദ ഡിമാൻഡ് ഗ്യാപ്പ് ഇൻ അതർ കൺട്രി. ഇപ്പോൾ ഒരു കൺട്രി ഒരു കമ്മോഡിറ്റിയിൽ ഇന്നോവേഷൻ കൊണ്ടുവരികയാണ്, പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു കമ്മോഡിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം. നമുക്കറിയാം ആ ഒരു കൺട്രി എന്താണ്, ആ ഒരു കമ്മോഡിറ്റിയിൽ മൊണോപ്പൊളി ആയിട്ട് മാറുന്നതാണ് അല്ലേ. അപ്പോൾ ദ പ്രൊഡക്ഷൻ ഓഫ് എ ന്യൂ ഗുഡ് ഇൻ വൺ കൺട്രി ലീഡ്സ് ദ ഇമിറ്റേഷൻ ഗ്യാപ്പ് ആൻഡ് ദ ഡിമാൻഡ് ഗ്യാപ്പ് ഇൻ അതർ കൺട്രി. അപ്പോൾ ഈ ഒരു കമ്മോഡിറ്റി മറ്റൊരു രാഷ്ട്രത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കൺട്രിയിൽ എന്താണ്, ആ ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഏത് കൺട്രിയാണോ ഈ ഒരു കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുന്നത് ആ കൺട്രിക്കകത്ത് എന്താണ്, ഒരു ഇമിറ്റേഷൻ ഗ്യാപ്പും അതുപോലെ തന്നെ ഒരു ഡിമാൻഡ് ഗ്യാപ്പും ഉണ്ടാകുമെന്നാണ് M.V. പോസ്നർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ദ തിയറി. The extent to which trade takes place between the two countries depends on the next effect of the demand lag and the imitation gap. അപ്പോൾ ഇത്തരത്തിൽ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ടു വിച്ച് ട്രേഡ് ടേക്സ് പ്ലേസ്, അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് നിലനിൽക്കുന്ന ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഈസ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ഡിപ്പെൻഡ്സ് ഓൺ ദ നെറ്റ് എഫക്ട്സ് ഓഫ് ഡിമാൻഡ് ലാഗ് ആൻഡ് ഇമിറ്റേഷൻ ഗ്യാപ്പ്. ഈ ഡിമാൻഡ് ലാഗും അതുപോലെ തന്നെ ഇമിറ്റേഷൻ ഗ്യാപ്പും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ട്രേഡിൻ്റെ എക്സ്റ്റെൻറ്റ് അല്ലെങ്കിൽ എത്ര ട്രേഡ് നടത്തും, ആ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ എത്ര ട്രേഡ് നടത്തും എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. ഓക്കെ. Then this theory put forward some assumptions. One of the main assumption is there are two countries അല്ലേ. ഈ ഒരു തിയറിയും എല്ലാ തിയറിയും പോലെ തന്നെ അസംഷൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ അസംഷൻസ് ആയിട്ട് വരുന്നത് there are two countries, രണ്ട് കൺട്രീസാണ് നിലനിൽക്കുന്നത്, ഒരു എക്സ്പോർട്ടിംഗ് കൺട്രി ഒരു ഇമ്പോർട്ടിംഗ് കൺട്രി. Then there are similar factor endowments in both, രണ്ട് കൺട്രീസിലും factor endowments സെയിം തന്നെയാണ്. Then demand conditions are similar in both, രണ്ട് കൺട്രീസിലും ഡിമാൻഡ് കണ്ടീഷൻസ് അതിൽ യാതൊരുവിധ ചേഞ്ചസും സംഭവിക്കുന്നില്ല. ദെൻ പ്രീ ട്രേഡ് ഫാക്ടർ പ്രൈസ് റേഷ്യോസ് ആർ സിമിലർ ഇൻ ബോത്ത് അല്ലേ. പ്രീ ട്രേഡിന് മുൻപുള്ള പ്രൈസ് റേഷ്യോസ് എന്ന് പറയുന്നത് സിമിലർ ആണ് അല്ലേ, സെയിം ആയിട്ട് തന്നെ ഒരേപോലെ തന്നെയാണ് രണ്ട് രാഷ്ട്രങ്ങളും നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ ടെക്നോളജീസ് ഡിഫർ ഇൻ ബോത്ത് കൺട്രീസ് അല്ലേ. അവരുടെ ഒരു വ്യത്യാസം മാത്രം ഇതാണ്, രണ്ട് രാജ്യങ്ങളുടെയും ടെക്നോളജീസ് എന്താണ് രണ്ട് രാഷ്ട്രങ്ങളിലും വ്യത്യസ്തമാണ്. These are the main assumptions. അപ്പോൾ ഈ assumptions ഒന്നുകൂടി നോക്കുക. There are two countries, the similar factor endowments, then demand conditions are similar, pre-trade factor price ratios are similar, then technologies are different both the countries. The imitation gap theory explains the sequence of innovation and imitation as it affects the pattern of trade. അപ്പോൾ imitation gap എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it explains the sequence of innovation and imitation as it affects the pattern of trade. അതായത് ഇമിറ്റേഷൻ ഗ്യാപ്പ് പാറ്റേൺ ഓഫ് ട്രേഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്.
When a firm innovates in the form of a new product which becomes profitable in the domestic market, it enjoys a temporary monopoly. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ് അല്ലേ. ഒരു കൺട്രി പുതിയൊരു ഇന്നോവേഷൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഇറ്റ് പ്രൊഡ്യൂസസ് എ ന്യൂ പ്രോഡക്റ്റ് വിച്ച് ബിക്കംസ് പ്രോഫിറ്റബിൾ ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ആഭ്യന്തര വിപണിയിൽ അത് പ്രോഫിറ്റബിൾ ആയിട്ട് മാറുകയും അതുപോലെ തന്നെ അതൊരു ടെമ്പററി മൊണോപ്പൊളി ആയിട്ട് മാറുകയും ചെയ്യുന്നു. As it exports the product of foreign market and has an absolute advantage in this product. അപ്പോൾ ഈ ഒരു കമ്മോഡിറ്റി മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ കൺട്രിക്ക് ഒരു അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മോഡിറ്റിയുടെ കാര്യത്തിൽ, ഈ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കൺട്രിക്ക് എന്താണ്, ഏത് കൺട്രിയാണോ ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ളത് ആ കൺട്രിക്ക് ഒരു അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. After sometimes the profits of the innovating firm encourage imitation in the other country. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺട്രിക്ക് ഈ ഒരു ഇന്നോവേഷനിൽ നിന്ന് എന്താണ് ധാരാളമായിട്ട് പ്രോഫിറ്റ് ലഭിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ദ ഫേം എൻകറേജസ് ഇമിറ്റേഷൻ ഇൻ ദ അതർ കൺട്രി. മറ്റൊരു കൺട്രി അല്ലെങ്കിൽ ഏത് കൺട്രിയാണോ അത് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഈ ഒരു കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുന്നത്, അവരെ അതെന്താണ് ഇമിറ്റേഷൻ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു കമ്മോഡിറ്റി അവരുടെ ഡൊമസ്റ്റിക് ഫേമിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവും. ആ ഒരു എൻകറേജ്മെൻറ്റ് സംഭവിക്കും. ഓക്കെ, ബട്ട് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു എക്സ്പോർട്ട് ദ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു എക്സ്പോർട്ടിങ് അല്ലെങ്കിൽ ഇന്നോവേറ്റിംഗ് കൺട്രി എത്ര എക്സ്റ്റെൻറ്റ് വരെ ഈ ഒരു കമ്മോഡിറ്റി എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാവും? ഹാവ് എ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡക്ഷൻ ടിൽ ദ ഇമ്പോർട്ടിംഗ് കൺട്രി ലേൺസ് ദ ന്യൂ പ്രോസസ്, ചേഞ്ച് പ്ലാൻ, എക്യുപ്മെൻറ്റ് എക്സെട്ര ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഇറ്റ്. അതായത് ഈ ഒരു കമ്മോഡിറ്റി ഏത് കൺട്രിയാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു കൺട്രി ഈ ഒരു ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള അറിവുകൾ, അതുപോലെ തന്നെ പ്ലാൻ സൈസുകൾ, അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ അറിയുന്നത് വരെ അല്ലെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് വരെ എന്താണ് ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് എക്സ്പോർട്ട് നിലനിൽക്കും. ദിസ് ഈസ് ഇമിറ്റേഷൻ ഗ്യാപ്പ്. അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു കൺട്രി, ഇമ്പോർട്ടിംഗ് കൺട്രി ആ ഒരു ഇന്നോവേറ്റീവ് ടെക്നോളജി അറിഞ്ഞുകൊണ്ട് അവരത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് വരെയുള്ള ആ ഒരു ടൈമിനെയാണ് എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇമ്പോർട്ട്സ് ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദ അതർ കൺട്രി കണ്ടിന്യൂ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ദ ഇമിറ്റേഷൻ ഗ്യാപ്പ്. അതായത് ഈ ഒരു ഇമിറ്റേഷൻ ഗ്യാപ്പ് പീരീഡിൽ സ്വാഭാവികമായിട്ടും ആ ഒരു കൺട്രിയിൽ നിന്ന് ആ കമ്മോഡിറ്റീസ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ടെക്നോളജിയിൽ യാതൊരുവിധ പ്രാവീണ്യവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മോഡിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഇന്നോവേറ്റിംഗ് കൺട്രിയിൽ നിന്ന് ആ ഒരു കമ്മോഡിറ്റി ഈ ഇമിറ്റേഷൻ ഗ്യാപ്പ് പീരീഡിൽ എന്താണ് അവർ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. Then, according to Posner, the imitation gaps have 3 components. പ്രധാനമായിട്ടും 3 components ആണ് നിലനിൽക്കുന്നത്. The foreign reaction lag. It is the time taken by innovating firm to start the production of the new product. Foreign reaction lag എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? It is a time taken by innovating firm to start the production of new product. അതായത് പുതിയ ഒരു പ്രൊഡക്റ്റ് അവരുടെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു ഇന്നോവേറ്റീവ് ഫേം എടുക്കുന്ന സമയത്തെയാണ് ഫോറിൻ റിയാക്ഷൻ ലാഗ് എന്ന് പറയുന്നത്. Then the domestic reaction lag. Domestic reaction lag എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the time taken by other domestic producers to follow suit and establish a hold on the domestic market. That is domestic reaction lag. എന്താ domestic reaction lag എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the time taken by other domestic producers to follow suit and establish a hold on the domestic market. അതായത് ആഭ്യന്തര വിപണിയിൽ ആ ഒരു കമ്മോഡിറ്റിയിൽ മറ്റു ഫേമുകൾ ഈ ഒരു ടെക്നോളജി ഫോളോ ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു കാലയളവാണെന്ന് പറയുന്നത് ഡൊമസ്റ്റിക് റിയാക്ഷൻ ലാഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലാഗ് എന്ന് പറയുന്നത് ലേണിംഗ് പീരീഡ് ആണ്. ഓക്കെ, ദ ടൈം ടേക്കൺ ബൈ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ടു മാസ്റ്റർ ദ ടെക്നിക് ഓഫ് പ്രൊഡ്യൂസിങ് ദ ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് സെല്ലിംഗ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ദാറ്റ് ഈസ് ലേണിംഗ് പീരീഡ്. അവിടെ ഈ ഒരു ലേണിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ഈ ഒരു ടെക്നിക്കിൽ പുതിയ ഇന്നോവേഷനിൽ അവർ മാസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിവ് അക്വയർ ചെയ്യുകയും അതിൽ ഏറ്റവും നല്ല രീതിയിൽ അവർ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്ന ആ ഒരു പീരീഡിനാണ് ലേണിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമിറ്റേഷൻ ഗ്യാപ്പിന് 3 കമ്പോണൻസ് ആണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു. ഫോറിൻ റിയാക്ഷൻ ലാഗ്, ഡൊമസ്റ്റിക് റിയാക്ഷൻ ലാഗ് ആൻഡ് ലേണിംഗ് പീരീഡ്. ഫോറിൻ റിയാക്ഷൻ ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുന്നതിനുള്ള ആ ഒരു ടൈം പീരീഡാണ് എന്ന് പറയുന്നത് ഫോറിൻ റിയാക്ഷൻ ലാഗ് എന്ന് പറയുന്നത്.
ഡൊമസ്റ്റിക് റിയാക്ഷൻ ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ടു ഫോളോ സ്യൂട്ട്, അതായത് ഡൊമസ്റ്റിക് ആയിട്ട് എല്ലാ ഫേമുകളും ഈ ഒരു അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് ആഭ്യന്തര വിപണിയിൽ ഈ ഒരു കമ്മോഡിറ്റീസിനെ പരിചയപ്പെട്ട് വരുന്ന ഒരു കാലയളവാണ് ഡൊമസ്റ്റിക് റിയാക്ഷൻ ലാഗ് എന്ന് പറയുന്നത്. ദെൻ ലേണിംഗ് പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ടു മാസ്റ്റർ ദ ടെക്നിക്, അല്ലേ, അതായത് ആ ഒരു പുതിയ ടെക്നോളജി എല്ലാ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിലും എന്താണ് എത്തുകയും അതുപോലെ തന്നെ ഈ ഒരു ഇത് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാലയളവാണ് ലേണിംഗ് പീരിയഡ് എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് ഓൾസോ ദ ഡിമാൻഡ് ലാഗ് വിച്ച് ഈസ് ദ ടൈം ടേക്കൺ ബൈ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഏത് കൺട്രിയാണോ ഈ ഒരു ഇന്നോവേഷൻ ഇമ്പോർട്ട് ചെയ്യുന്നത് അവിടെ ഒരു എന്താണ് ഇമിറ്റേഷൻ ലാഗ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡിമാൻഡ് ലാഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടിംഗ് കൺട്രിയിൽ ദർ ഈസ് ഓൾസോ എ ഡിമാൻഡ് ലാഗ് which is the time taken by consumers in the importing country to acquire the taste for the new product. ഈ ഡിമാൻഡ് ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ഒരു പുതിയ പ്രൊഡക്റ്റുമായിട്ട് ഇമ്പോർട്ടിംഗ് കൺട്രി ഒത്തുപോകാൻ എടുക്കുന്ന ആ ഒരു കാലയളവിനെയാണ് ഡിമാൻഡ് ലാഗ് എന്ന് പറയുന്നത്. അതായത് ന്യൂ ഇന്നോവേഷൻ കൊണ്ടുവരികയും ആ ഒരു ഇന്നോവേഷൻ മറ്റൊരു രാഷ്ട്രങ്ങളിലേക്ക് പരിചയപ്പെടണം. ഇപ്പോൾ നമുക്കറിയാം ഈ ചൈനയിലുള്ള ഒരു ടെക്നോളജി, ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിച്ചെടുത്ത ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ ഇന്ത്യൻ എക്കണോമിയിൽ എല്ലാവരും പരിചയപ്പെട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു ടൈം പീരീഡ് എടുക്കുന്നുണ്ട്, അല്ലെ, എല്ലാവരും അത് യൂസ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടൊരു സമയം എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഈ ഒരു ഓൺലൈൻ ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സിന് വേണ്ടിയിട്ട് സൂം ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, അല്ലേ, അത് നമുക്ക് ഇതിനു മുൻപ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇത്രയും പ്രചാരത്തിലുണ്ടായിരുന്നില്ല. അതിന് ശേഷം നമ്മളിപ്പോൾ അതെല്ലാം യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്താണ് അത് നമ്മളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു. ദാറ്റ് ഈസ് കാൾഡ് ദ ഡിമാൻഡ് ലാഗ്. അപ്പോൾ ഒരു കൺട്രിയുടെ ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ ഒരു കമ്മോഡിറ്റി എന്താണ് ഒത്തുപോകുന്ന ആ ഒരു കാലയളവിനെയാണെന്ന് പറയുന്നത് ഡിമാൻഡ് ലാഗായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഡിമാൻഡ് ലാഗ് വിച്ച് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ കൺസ്യൂമേഴ്സ് ഇൻ ദ ഇമ്പോർട്ടിംഗ് കൺട്രി ടു അക്വയർ ദ ടേസ്റ്റ് ഫോർ ദ ന്യൂ പ്രൊഡക്റ്റ്. Imports of the new product will not continue by the full duration of the imitation lag due to the demand lag. അതായത് ഇവിടെ ഡിമാൻഡ് ലാഗ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തല്ല ഈ ഒരു എല്ലാ പീരീഡിലും ഇമിറ്റേഷൻ ലാഗിൽ നിലനിൽക്കുന്ന ആ മുഴുവൻ പീരീഡിലും ഈ ഒരു ഇമ്പോർട്ട് നിലനിന്നോളണമെന്നില്ല. ചിലപ്പോൾ ഈ ഒരു കമ്മോഡിറ്റി മറ്റുള്ള രാഷ്ട്രങ്ങളിൽ കൃത്യമായിട്ട് എല്ലാവർക്കും പരിചയമില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ കൂടുതൽ ഇമ്പോർട്ട്സ് ഒന്നും ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ അവിടെ ഈ ഒരു ഡിമാൻഡ് ലാഗ് നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇമിറ്റേഷൻ ലാഗിൽ മുഴുവനായിട്ടും ആ ഒരു കൺട്രിക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, then to obtain the period during which is imports will continue, the demand lag must be subtracted from the imitation lag. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇമ്പോർട്ട്സ് എത്ര കാലയളവിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? ഡിമാൻഡ് ലാഗിൽ നിന്ന് ഇമിറ്റേഷൻ ലാഗിൽ നിന്ന് ഡിമാൻഡ് ലാഗ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം പീരീഡ് എത്ര കാലം ആ ഒരു കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ലഭിക്കും. If producers in the importing country start producing the new product, that is imitate product, quickly and consumers in that country are slow to adopt the new product, the imitation lag will be shortened and the period of importation of the new product will be reduced. ഇവിടെ എന്താ പറയുന്നത്? ഇഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഇമ്പോർട്ടിംഗ് കൺട്രി സ്റ്റാർട്ട്സ് പ്രൊഡ്യൂസിങ് ദ ന്യൂ പ്രൊഡക്റ്റ്, അതായത് ഈ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക, അല്ലേ. അപ്പോൾ അത്തരത്തിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ and consumers in that country also to adopt the new product, അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് മറ്റ് കൺസ്യൂമേഴ്സ് ആ ഒരു കൺട്രിയിലുള്ള കൺസ്യൂമേഴ്സ് ആ കമ്മോഡിറ്റീസ് പെട്ടെന്ന് തന്നെ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യും. ദ ഇമിറ്റേഷൻ ലാഗ് വിൽ ബി ഷോർട്ടൻഡ് ആൻഡ് ദ പീരീഡ് ഓഫ് ഇമ്പോർട്ടേഷൻ ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ് വിൽ ബി റെഡ്യൂസ്. അപ്പോൾ ഇത്തരത്തിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കാലയളവ് വളരെയധികം കുറച്ചെടുക്കുന്നു. അതേപോലെ തന്നെ ഡിമാൻഡ് ലാഗും വളരെയധികം കുറവാണെന്നുണ്ടെങ്കിൽ ഈ കമ്മോഡിറ്റീസ് ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള ടൈം പീരീഡും വളരെയധികം കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ, അല്ലേ, നമുക്കറിയാം ഒരു വലിയ ഒരു ദുരന്തത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊറോണ എന്ന് പറയുന്ന ഇതിന് വേണ്ടിയിട്ടുള്ളൊരു വാക്സിൻ, ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺട്രി ഒരു വാക്സിൻ കണ്ടെത്തി എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു വാക്സിൻ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആ ഒരു കൺട്രി ആയിരിക്കും ആ ഒരു വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മൊണോപ്പൊളി ആയിട്ട് മാറുക. അപ്പോൾ അതിൻ്റെ ആ ഒരു വാക്സിനിൽ ഉപയോഗിച്ച മരുന്നുകളും അതിൻ്റെ ടെക്നോളജീസൊക്കെ മറ്റുള്ള കൺട്രീസ്
കൺസ്യൂമേഴ്സ് അഡോപ്റ്റ് അല്ലെങ്കിൽ അവരത് അറിഞ്ഞു വരുന്നത് വരെ എന്താണ് ആ കൺട്രി ആയിരിക്കും, ഏത് കൺട്രിയാണോ ഇത് കണ്ടുപിടിച്ചത് ആ കൺട്രി ആയിരിക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വാക്സിൻ എല്ലാ രാജ്യങ്ങളിലും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് പിന്നെ ആ ഒരു ഇമ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മോഡിറ്റിയുടെ എക്സ്പോർട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ അത്തരത്തിൽ ഒരു ടെക്നോളജി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ രണ്ട് ഗ്യാപ്പുകൾ അല്ലെങ്കിൽ ഡിമാൻഡ് ഗ്യാപ്പും അതുപോലെ തന്നെ ഇമിറ്റേഷൻ ഗ്യാപ്പുമാണ് ആ ഇമ്പോർട്ടിൻ്റെ ടൈം പീരീഡ് നിർണ്ണയിക്കുന്നത്. On the contrary, if consumers adopt the new product quickly and producers are not able to produce it, അതായത് ഈ ഇമ്പോർട്ടിംഗ് കൺട്രീസിലെ കൺസ്യൂമേഴ്സ് പെട്ടെന്ന് തന്നെ ആ ഒരു കമ്മോഡിറ്റിയുമായിട്ട് ഒത്തുപോവുകയും അത് ഡിമാൻഡ് ചെയ്യപ്പെടാൻ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്ത് കഴിഞ്ഞാൽ ദ ന്യൂ പ്രൊഡക്റ്റ് ക്വിക്ലി ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ആർ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ്, ആ ഒരു കൺട്രിയിലുള്ള പ്രൊഡ്യൂസേഴ്സ് ആ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദ ഇമിറ്റേഷൻ ലാഗ് വിൽ ബി ലെങ്തൻഡ്. ഇമിറ്റേഷൻ ലാഗ് വളരെയധികം കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ ഇമിറ്റേഷൻ ലാഗും ഡിമാൻഡ് ലാഗും കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഇമ്പോർട്ടിംഗ് പീരീഡും കുറവായിരിക്കും. ദെൻ ഇമിറ്റേഷൻ ലാഗും അതുപോലെ തന്നെ ഡിമാൻഡ് ലാഗും വളരെയധികം കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമിറ്റേഷൻ അല്ലെങ്കിൽ ആ ഇമ്പോർട്ടിൻ്റെ സ്ട്രെങ്ത് ആ ഒരു ടൈം പീരീഡ് വളരെയധികം കൂടുതലായിരിക്കും. ആൻഡ് ദ കൺട്രി വിൽ കണ്ടിന്യൂ ടു ഇമ്പോർട്ട് ദ ന്യൂ പ്രൊഡക്റ്റ് ഫോർ എ ലോങ് ടൈം. കുറേ കാലയളവിലേക്ക് ആ ഒരു കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും. It is the only when the imitation lag equals the demand lag that imports of the new product will be fully stop. അതായത് ഇമിറ്റേഷൻ ലാഗും അതുപോലെ തന്നെ ഡിമാൻഡ് ലാഗും തുല്യമാകുന്ന ആ ഒരു പോയിന്റിലാണ് ഇമ്പോർട്ട്സുകൾ മുഴുവനായിട്ടും ഇല്ലാതാവുന്നത്. Thus, the pattern of trade between the two countries will depend upon the relative strength of these two lags. Okay, that is all about the തിയറി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പോസ്നേഴ്സ് ഇമിറ്റേഷൻ ഗ്യാപ്പ് തിയറിയിൽ പറയാനായിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു തിയറിയാണ്. അതിൽ രണ്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു തിയറി പഠിക്കാവുന്നതാണ്. എന്താണ് ഇമിറ്റേഷൻ ഗ്യാപ്പ്, അതുപോലെ തന്നെ ഡിമാൻഡ് ഗ്യാപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് കൺട്രീസിലുണ്ടാകുന്ന ടെക്നോളജീസിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു ഇമിറ്റേഷൻ ഗ്യാപ്പും ഡിമാൻഡ് ഗ്യാപ്പും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഡിമാൻഡ് ഗ്യാപ്പും ഇമിറ്റേഷൻ ഗ്യാപ്പും ചേർന്നുകൊണ്ടാണ് ഒരു കൺട്രി എത്ര സമയം ഒരു കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യും എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറിയുടെ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെടാം. ദാറ്റ് ഈസ് ആൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.